നമസ്കാരം. ഒരു ഐഫോണിന് വേണ്ടി മകൻ വാശി പിടിച്ചപ്പോൾ ഒരു കുടുംബത്തിന് അപ്പാടെ ജീവൻ നഷ്ടമായത് മഹാരാഷ്ട്രയെ നടുക്കിയിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജി നഗറിലുള്ള ഗൗതിയ ദോങ്കർ കുന്നിൻ മുകളിൽ നടന്ന അതിദാരുണമായ സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ഇതിന്റെ വീഡിയോ വൈറലുമാണ്. മാതാപിതാക്കളായ മുരളീധറും സംഗീതയും മകനായ കുനാൽ ചന്യാടിയുമാണ് കുന്നിന്റെ മുകളിൽ നിന്ന് വീണു മരിച്ചത്. ഐഫോണിന് വേണ്ടി വാശി പിടിച്ച മകൻ ആത്മഹത്യാ ഭീഷണി മുഴക്കിയാണ് കുന്നിൻ മുകളിൽ നിൽക്കുന്നത്. മകനെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ പിതാവ് മുരളീധറും മകനും ഒരുമിച്ച് കുന്നിൻ മുകളിൽ നിന്ന് വീണു. അച്ഛനും മകനും നഷ്ടമായ ദുഃഖത്തിൽ അമ്മയും അതേ കുന്നിൻ മുകളിൽ നിന്ന് ചാടി മരിക്കുകയും ചെയ്തു. ഇതെല്ലാം ദൃശ്യങ്ങളിലുണ്ട്. വീഡിയോ കണ്ടവരെല്ലാം നടുക്കുന്ന ദൃശ്യങ്ങളാണുള്ളത്. 18കാരനായ കുനാൽ ചന്യാടിയാണ് അമ്മയുടെയും അച്ഛൻ്റെയും മരണത്തിന് കാരണമായത്. 3 മണിക്കൂറാണ് അച്ഛനും അമ്മയും മകനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചത്. എന്നാൽ മകന്റെ കൈ പിടിച്ച് രക്ഷിക്കാൻ പിതാവ് ശ്രമിച്ചതോടെ രണ്ടുപേരും കുന്നിൻ മുകളിൽ നിന്നും വീണു മരിച്ചു. ഇത് കണ്ടതോടെ അമ്മയും കുന്നിൻ മുകളിൽ നിന്ന് ചാടി മരിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. താൻ ആവശ്യപ്പെട്ട ഐഫോൺ വാങ്ങി നൽകാൻ അച്ഛനും അമ്മയും തയ്യാറായില്ല എന്ന മനോവേദനയിലാണ് ജീവനൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ കുനാൽ മലമുകളിലെത്തിയത്. വിവരം അറിഞ്ഞയുടൻ മുരളീധറും സംഗീതയും ബന്ധുക്കളും നാട്ടുകാരുമെല്ലാം സ്ഥലത്ത് എത്തി. പിന്നീട് പലതും പറഞ്ഞ് കുനാലിനെ ചെങ്കുത്തായ ആ മലമുകളിൽ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങളായി. ഇതിനിടെ ഐഫോൺ വാങ്ങി നൽകാം എന്നതടക്കമുള്ള വാഗ്ദാനങ്ങൾ കണ്ടുനിന്നവർ വരെ മുന്നോട്ട് വെച്ചെങ്കിലും ഒന്നിനും അവന്റെ മനസ്സു മാറ്റാനായില്ല. അമ്മയെക്കുറിച്ച് ചിന്തിക്കണമെന്നും ഒപ്പമുണ്ടായിരുന്നവർ അവനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ അവനും രക്ഷിക്കാനുള്ള ശ്രമത്തിൽ അച്ഛനും കുന്നിൻ മുകളിൽ നിന്ന് വീണു. പോലീസും ശമന സേനാ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി താഴെ സുരക്ഷാ വലകൾ വിരിച്ചെങ്കിലും കുത്തനെയുള്ള മലയിടുക്കിലൂടെ കുനാൽ നിരന്തരം സ്ഥലം മാറിക്കൊണ്ടിരുന്നതിനാൽ രക്ഷാപ്രവർത്തനം ഫലപ്രദമായില്ല. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ദുർഘടമായ ഭൂപ്രദേശത്ത് നിന്നും വളരെ പാടുപെട്ടാണ് പോലീസും അഗ്നിരക്ഷാസേനയുമൊക്കെ മൃതദേഹങ്ങൾ വീണ്ടെടുത്തത്. പോലീസ് കമ്മീഷണർ പ്രവീൺ പവാർ പറഞ്ഞു. കുടുംബം ജന്ന ജില്ലയിലെ ധൻഗർ പിമ്പൽഗാവ് ഗ്രാമത്തിൽ നിന്നുള്ളവരാണ്. ബന്ധുക്കൾ മൃതദേഹങ്ങൾ സ്വന്തം ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. പോലീസ് പറയുന്നു. 3 ജീവനുകൾ ഒരുമിച്ച് പൊലിയുന്ന കാഴ്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ നിറയുന്നത്. ഞെട്ടലില്ലാതെ ഈ ദൃശ്യങ്ങൾ ആർക്കും കാണാനും കഴിയില്ല. ഒരു ഐഫോണിന് ഒരാളുടെ ജീവന്റെ വിലയുണ്ടോ? എന്തായാലും ഈ ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരമില്ലാത്ത അവസ്ഥയാണ്.